അതല്ല മാമ, എനിക്ക് എപ്പോഴും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് വീട്ടിൽ വന്ന് ഒന്നും കൂടെ പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ടച്ച് പോവും മാമ. എന്റെ കൂടെ ഇവിടെ കളിക്കാൻ ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ല. അതാ ഞാൻ ബുക്ക് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇത് കണ്ടോടാ, എന്റെ മോൾ എത്ര ആത്മാർത്ഥതയോടെയും ഇഷ്ടത്തോടെയോ പഠിക്കുന്നതെന്ന്. അതാണ് പഠിപ്പ് എത്ര പ്രധാനമാണെന്ന് ഈ പ്രായത്തിൽ തന്നെ മനസ്സിലായ പഠിപ്പിലെ എല്ലാ കുട്ടികൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ശരിയാ ചേച്ചി. നല്ലൊരു ഞായറാഴ്ചയായിട്ട് പുസ്തകം എടുത്തു വെച്ച് പഠിക്കാന്ന് പറയുന്നത് മെച്യൂരിറ്റിയുടെ ഹൈ പോയിന്റാ. അതിന് ടോപ്പ് ലെവലാ. അപ്പോ എനിക്ക് മെച്യൂരിറ്റി കൂടുതലാണെന്നാണോ പറയുന്നത്? പിന്നല്ലേ, നീ ശരിക്കും പറഞ്ഞ ഒരു പട് കളവിയെ പോലെ. എന്ത്? അയ്യോ, എന്നെയാണോ കിളവിന്ന് വിളിച്ചത്? നിക്ക്, ഞാൻ കാണിച്ചുതരാം. അവൻ അടിക്കല്ലേ? എടാ ശിവ, എന്റെ മോളെ അറിവോടുകൂടി സംസാരിക്കുന്നത് നിങ്ങൾക്ക് അധികമായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നുന്നതാ. ഇന്നത്തെ കാലത്തെ ഈ പ്രായത്തിലെ ഇങ്ങനെയൊക്കെ സംസാരിച്ചാലേ നാളെ ഈ സമൂഹത്തില് ഈസി ആയിട്ട് അവൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് ശരിയാ, ചേച്ചി പറയുന്നത് സത്യാണ്. ഞാൻ വെറുതെ തമാശക്കല്ലേ അവളെങ്ങനെ വിളിച്ചേ? വെറുതെ തമാശക്ക് പറഞ്ഞാണോ മാമൻ? ഞാൻ നിന്റെ കൂടെ കളിക്കാൻ പാടില്ലെന്നുണ്ടോ? കളിക്കാം. അമ്മേ, ഞാൻ മുറി പോയി പഠിച്ചോട്ടെ? ഓക്കെ മോള്, പഠിച്ചോ. കിട്ടിയില്ലേ? ശരി ശരി, വാ വാ, സമയായിടാ. കവിന്റെ വീട്ടിൽ പോയിട്ട് അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയോ? അമ്മേ, ഞാൻ പോവാമേ, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ബാഗ് എവിടെ? വേണ്ട, ബാഗ് വേണ്ട. ഞാൻ പോയിട്ട് വരാം. നീ താക്കോല് താടാ. അയ്യോ, ഇവള് പോവാനോ? ഇപ്പൊ ആകെ കൊളാവുമല്ലോ. താക്കോല് താടാ. അല്ല വിജി, ഒരു മിനിറ്റ്. എന്താ നീ ബാഗ് തേടിക്കൊണ്ടിരിക്കുന്നു? താക്കോല് തരാൻ പറയുന്നു. എന്തിനാ ഈ ധൃതി കാണിക്കുന്നേ? ഞാൻ എപ്പോഴാ ധൃതി പിടിച്ചത്? ഞാൻ പോയി കവിനെ കൂട്ടിക്കൊണ്ടുവരാം. നീ പോയാ എല്ലാം കൊളാവൂ. എന്ത് കൊളവാവൂന്ന്? അയ്യോ, അത് വേറൊന്നുമല്ല, നമ്മുടെ അടുക്കള ജോലിയൊക്കെ കൊളാവുന്നാ പറഞ്ഞേ. അമ്മേ, എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? ഞാൻ തന്നെ അവനെ കൂട്ടിക്കൊണ്ടുവരാം. നീ താക്കോല് താടാ. എന്തിലൊന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നീ എന്താ മിണ്ടാതിരിക്കുന്നേ? നിന്നെ പ്രസവിച്ച നേരം കുറച്ച് അരിയെങ്കിലും പ്രസവിച്ചായിരുന്നെങ്കിൽ ചോറെങ്കിലും ഉണ്ടാമായിരുന്നു. അവിടെ എന്താ രണ്ടുപേരും കൂടി ഒരു ഡിസ്കഷൻ നടക്കുന്ന? ഈ വെയിലുള്ള സമയത്ത് ചേച്ചീനെ എന്തിനാ പുറത്തു വിടുന്നത്? നിനക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുമായിരുന്നു. അതെ ചേച്ചി, ഞാൻ തന്നെ പോവാം. ഞാനവിടെ ചെന്നിട്ട് ആ കുട്ടി പോകത്തിനെ വണ്ടിയിലെടുത്തി സൂക്ഷിച്ചു കൊണ്ടുവരാം. അതല്ലടാ, കവിന്റെ അച്ഛൻ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തതല്ലേ. അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ നേരിട്ട് കണ്ടൊരു താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേടാ. അതുകൊണ്ടാ ഞാനിപ്പോ പോയി കവിനെ കൂട്ടിക്കൊണ്ടുവരുന്ന കൂട്ടത്തില് അവന്റെ അച്ഛനെയും കണ്ട് അവരുടെ കുടുംബക്കാരെയും കണ്ട് ഒന്ന് നന്നായി പരിചയപ്പെട്ടിരിക്കാലോ. എന്താ അമ്മേ? അയ്യോ, അതാണ് പ്രശ്നം. അതറിയാത്തോണ്ടാ ഇവളീ പറയുന്നത്. ചേച്ചി ഇവിടെ നിന്നിട്ട് ആ കൊഴുക്കട്ടയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അത് തന്നെയല്ലേടാ ഞാനും പറഞ്ഞത്. അതല്ലടാ, ഞാൻ അവന്റെ അച്ഛനെയും കണ്ടിട്ട്. ചേച്ചി, അതൊക്കെ പിന്നൊരു ദിവസം പോകാലോ. ഞാൻ ഇറങ്ങുക, എനിക്ക് സമയായി. എനിക്ക് വേറെ ജോലിയുള്ളതാ. അങ്ങനെ എന്താ നിനക്ക് വേറെ ജോലികള്? അത് വേറൊന്നുമില്ല ചേച്ചി. ഞാൻ ഇവിടെ ഒരു IT ഓഫീസില് ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അത് വരുമെന്ന് വിശ്വസിക്കുന്നു, അല്ലാതെ വേറൊന്നുമല്ല. അയ്യോ, ജോലിയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആകെ ടെൻഷനാ. ഞാൻ പോയി കവിനെ വിളിച്ചോണ്ട് വരട്ടെ. അമ്മ ഇറങ്ങട്ടെ, ചേച്ചി ഇറങ്ങട്ടെ. സംസാരിച്ചോണ്ട് നിക്കാതെ ചെല്ല്. അമ്മേ, കവിന് എന്താ ഇഷ്ടം, എന്താ ഇഷ്ടമല്ലാത്ത, അങ്ങനെയൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇത്ര പെട്ടെന്ന് അവനിങ്ങോട്ട് വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതൊക്കെ ആലോചിച്ച് നീ എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നേ? അതൊക്കെ ഞാൻ ഏറ്റുന്നേ.
അവന് ഉപ്പുമാവ് ഇഷ്ടാവോ പൂരി ഇഷ്ടാവോ? ഇഡ്ഡലിയാണോ ദോശയാണോ ഇഷ്ടം? ഇഡലി ഉണ്ടാക്കി വെച്ചിട്ട് ദോശ ഇഷ്ടമെന്ന് പറഞ്ഞാ അവിടെ കുടുങ്ങും. അതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ട് പൂരി ഇഷ്ടമെന്ന് പറഞ്ഞാ അവിടെ കുടുങ്ങും. എല്ലാം കൂടി ഉണ്ടാക്കി വെക്കാനായിട്ട് സമയമില്ല, അവിടെയും നമ്മൾ കുടുങ്ങും.